എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചക്ക എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ചക്ക വെച്ചിട്ടുണ്ടാക്കാവുന്ന നല്ല രുചികരമായ ഒരു എരിശ്ശേരിയാണിത്. വിഷുവിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചില ആൾക്കാർ ചക്കയും പയറും കൂടി പുഴുക്കുണ്ടാക്കും, ചിലർ ചക്ക എരിശ്ശേരി ഉണ്ടാക്കും. എന്നാലും ആദ്യം പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും വിഷുവിന് ഉണ്ടാക്കേണ്ട എരിശ്ശേരി ചക്ക എരിശ്ശേരി. അതായത് ഓണത്തിന് നമ്മൾ കായ ചേന വെച്ചിട്ടൊക്കെയാണ് എരിശ്ശേരി ഉണ്ടാക്കുക. അതുപോലെ വിഷുവിൻ്റെ സ്പെഷ്യലാണ് ചക്ക എരിശ്ശേരി. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ചക്കയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി ഇട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ചക്കയുടെ എന്ത് വിഭവം ഉണ്ടാക്കുമ്പോഴും 2 കുരു കൂടി അതിൻ്റെ കൂടെ ഇടണം. അങ്ങനെയാണ് പഴമക്കാർ പറയുക. അല്ലെങ്കിൽ ചക്കയ്ക്ക് വിഷമാവുത്ര കുട്ടീനെ കൂടെ കൂട്ടീനില്ലെങ്കിൽ, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. കുരു ഇടാൻ മറക്കരുത്. പണ്ട് കാലത്തൊക്കെ കുരുവൊക്കെ എല്ലാവർക്കും ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷേ ഇന്ന് കാശ് കൊടുത്ത് വാങ്ങണോണ്ട് വളരെ ഇഷ്ടമാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിന് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ കൂടുതൽ ഇതൊന്നുമില്ല, ചേരുവകളൊന്നും ചേർക്കാതെ അറിയാലോ എരിശ്ശേരി ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയിലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം കേട്ടോ, വളരെ കുറച്ചേ ചേർക്കണ്ടു. കാരണം അത് പെട്ടെന്ന് വെന്ത് വരും. അധികം വേവുള്ള ചക്കയല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നന്നായി വെന്ത് വരട്ടെ. ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടോ. അതായത് പെട്ടെന്ന് തന്നെ വേവണ ചക്കയായിരുന്നു. ഇത് പെട്ടെന്ന് വെന്ത് പാകമായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജീരകവും നാളികേരം കൂടി, അറിയാലോ എരിശ്ശേരിക്ക് സാധാരണ കുറച്ച് ജീരകവും നാളികേരം കൂടി ഒന്ന് അരച്ച് ചേർക്കണമായിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് നാളികേരം വറുത്ത് ചേർക്കാം. അപ്പം ശരി, ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നന്നായി വെന്ത് പാകമായ ചക്കയിലേക്ക് നമുക്ക് ജീരകം നാളികേരം കൂടി അരച്ചെടുത്ത് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം നാളികേരം ഒക്കെ ഒന്ന് നന്നായി കിടന്നിട്ട് തിളക്കട്ടെ. അധികമൊന്നും തിളക്കേണ്ട ആവശ്യമില്ല. ഇതിലത്തെ ഈ ജീരകത്തിൻ്റെ പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അതറിയാലോ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നന്നായി കൂട്ടി ചേർത്ത് ഇളക്കി ഒന്ന് ചെറുതായിട്ട് തള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവ് തയ്യാറാക്കാനായിട്ട് ഞാൻ തൊട്ടടുത്ത സ്റ്റവ് തന്നെ പാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം നാളികേരമൊക്കെ അരച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു. ഇത് ശരിയായി പാകമായി കേട്ടോ. എരിശ്ശേരി പാകമായി. ഇനി നമുക്കിതിലേക്ക് വറവിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവിടാനായിട്ട് അറിയാലോ, എരിശ്ശേരിക്ക് വറവിടാനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറവെടുക്കണം. അപ്പോഴാണ് വറവിട്ട് കൊടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇത്തിരി കൂടുതൽ തന്നെ, അത് കാരണം അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കാണണം, കടുക് ഇങ്ങനെ പൊന്തി കിടക്കണം. അതായത് എരിശ്ശേരിയുടെ മുകളിൽ നന്നായിട്ട് കടുകത്തിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. എരിശ്ശേരിയിൽ എപ്പോഴും നാളികേരം എന്താ വെച്ചാൽ അരയ്ക്കാൻ എടുക്കണേക്കാളും കൂടുതൽ ചേർക്കുന്നത് നമുക്ക് ഇതിനാണ്, അതായത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരം നന്നായി ഒരു ചുമന്ന കളറാവണ വരെ വറുത്തെടുക്കണം. അതാണ് എരിശ്ശേരിയുടെ രുചി എന്ന് പറയുന്നത്. എരിശ്ശേരിയിൽ എപ്പോഴും ചേർക്കണം നാളികേരം, അതായത് വറുത്ത് കൊടുക്കണം. നാളികേരം നല്ല ചുമന്ന കളർ വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചുമക്ക വറുത്തെടുക്കാം. ഇത് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നാളികേരൊക്കെ ഉണ്ടോ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. അതായത് നല്ല ചുവന്ന കളർ. അത് കഴിഞ്ഞിട്ട് കരിച്ച് കളയരുത്. കരിച്ച് കളഞ്ഞാൽ സംഭവം ടേസ്റ്റേ മാറിപ്പോയിട്ട് എരിശ്ശേരി കുരിശ്ശേരി ആയി പോവും. അപ്പോൾ അങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് കൊട്ടി കൊടുക്കാം. ഇപ്പോൾ ആണ് എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ വരിക, നല്ലൊരു മണമാണ് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടോ. ഇങ്ങനെയാണ് ഉള്ളത്. നാളികേരമൊക്കെ നന്നായിട്ട് നല്ല ടേസ്റ്റുള്ള ചക്ക എരിശ്ശേരി. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഈ ചക്ക എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവരുണ്ടായിരിക്കാം, ഉണ്ടാക്കി നോക്കാത്തവരോടാണ് പറയുന്നത്. അതായത് പുതിയ കുട്ടികൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി, എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.